ഇന്നത്തെ ലെസൺ സെൻറ്റൻസ് പാറ്റേൺ തന്നെയാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗം വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാറ്റേൺസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏതൊക്കെയാണ് ആ പാറ്റേൺസ് എന്ന് നോക്കാം. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത്, പിന്നെ വേറൊന്ന് ദ പ്രോബ്ലം ഈസ് ദാറ്റ്. ഇത് രണ്ടും ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. ആദ്യത്തേത് ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത്. സാധാരണ നമ്മൾ പറയാറില്ലേ, എനിക്ക് മാത്സ് ഒരു പ്രശ്നം തന്നെയാണ്, എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറൊക്കെ പഠിക്കാൻ പ്രശ്നം തന്നെയാണ്, എനിക്കത് ബുദ്ധിമുട്ടാണ് എന്നാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് എൻ്റെ പ്രശ്നം എൻ്റെ ലാപ്ടോപ്പാണ്, എനിക്ക് അതിന് പ്രശ്നമുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ പറയില്ലേ, എനിക്ക് പ്രശ്നമുണ്ട്. ഒരു കാര്യത്തിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അതെനിക്ക് പ്രശ്നമാണ്, ഇതെനിക്ക് പ്രശ്നമാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ. അതാണ് ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് സംതിങ്. ഐ ആം ഹാവിങ് ട്രബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുഴപ്പം, പ്രശ്നം എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് മൈ ലാപ്ടോപ്പ്. എൻ്റെ ലാപ്ടോപ്പിൽ ഞാനൊരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ എനിക്ക് പ്രശ്നം, ഞാനത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് കുക്കിംഗ്. എനിക്ക് പാചകം, അതിനകത്ത് പ്രശ്നമാണ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് മൈ വർക്ക്. എൻ്റെ ജോലിയിൽ എനിക്ക് പ്രശ്നമാണ്. ഐ ആം ഫേസിങ് സം പ്രോബ്ലംസ് എന്നാണ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് മൈ സ്ലീപ്പിംഗ്. എൻ്റെ ഉറക്കത്തിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാണ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഹിം. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഹിം. അവനെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് മൈ പാസ്വേഡ്. എൻ്റെ പാസ്വേഡിൽ എനിക്ക് പ്രശ്നമുണ്ട്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് ഫൈൻഡിങ് എ ജോബ്. ഒരു ജോലി കണ്ടുപിടിക്കുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് മൈ ഇൻ്റർനെറ്റ് കണക്ഷൻ. എൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷനിൽ ഞാൻ പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് മൈ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത്. അത് പഠിച്ചു വയ്ക്കാൻ ഈസിയാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ ഈസിയാണ് ഒരു നൗൺ. എന്തിലാണ് നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അത് പറയുക. സ്ലീപ്പിങ്ങിലാണോ, അതല്ലെങ്കിൽ ലാപ്ടോപ്പിലാണോ, ഇംഗ്ലീഷ് ഗ്രാമറിലാണോ, മാത്സിലാണോ, എന്താണ് അത് പറയുക. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് എന്ന് പഠിക്കുക. അപ്പോൾ വിത്ത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു ING ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കാം. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് സ്ലീപ്പിംഗ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് വാക്കിംഗ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് റീഡിങ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് റീഡ് ചെയ്യുന്നതിൽ ഞാൻ പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് കഴിഞ്ഞിട്ട് ഒരു നൗൺ, ഏതാണോ പ്രശ്നം അത് പറയുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത്തരം സെൻറ്റൻസ് ഈ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം. അത് സംസാരത്തിലൊക്കെ ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് എന്ന് തന്നെ ഉപയോഗിക്കുക. ഐ ആം ഹാവിങ് ട്രബിൾ ടു സ്പീക്ക് എന്ന് പറയരുത്, അത് റോങ് ആണ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് സ്പീക്കിംഗ്. ഐ ആം ഹാവിങ് ട്രബിൾ ടു റീഡ്, റോങ്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് റീഡിങ്. എനിക്ക് അതായിരുന്നു എൻ്റെ പ്രശ്നം, അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഐ വാസ് ഹാവിങ് ട്രബിൾ വിത്ത്, അങ്ങനെയും ഉപയോഗിക്കാം. ഇനി വേറൊരു പാറ്റേൺ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ദ പ്രോബ്ലം ഈസ് ദാറ്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ പറയില്ലേ, പ്രശ്നം എന്താന്ന് വെച്ചാൽ, പിന്നെ ആ പ്രശ്നം പറയുക. ദ പ്രോബ്ലം ഈസ് ദാറ്റ്. അത്രയും ആ പാറ്റേൺ പഠിച്ചു വയ്ക്കുക. പിന്നെ എന്താണ് പ്രോബ്ലം എന്ന് അത് സെൻറ്റൻസ് ആയിട്ട് തന്നെ പറയുക. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ആം ബിസി. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഐ ആം ബിസി, ഞാൻ തിരക്കാണ്, എനിക്ക് തിരക്കാണ്, അതാണ് പ്രശ്നം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടൈം. എനിക്ക് സമയമില്ല എന്നതാണ് പ്രശ്നം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. എനിക്ക് ടോപ്പിക്ക് മനസ്സിലാകുന്നില്ല, അതാണ് പ്രശ്നം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് മൈ ലാപ്ടോപ്പ് ഈസ് നോട്ട് വർക്കിംഗ്. എൻ്റെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദ ഷോപ്പ് ഈസ് ക്ലോസ്ഡ്. ആ ഷോപ്പ് അടച്ചിരിക്കുകയാണ്, അതാണ് പ്രശ്നം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഹി നെവർ ലിസൺസ്. അവൻ ഒരിക്കലും ശ്രദ്ധിക്കില്ല, അതാണ് പ്രശ്നം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ഫോർഗോട്ട് മൈ പാസ്വേഡ്. എൻ്റെ പ്രശ്നം എന്താണ്? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐ ഫോർഗോട്ട് മൈ പാസ്വേഡ്, ഞാൻ എൻ്റെ പാസ്വേഡ് മറന്നുപോയി. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ആം സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി, അതാണ് പ്രശ്നം. അപ്പോൾ ദ പ്രോബ്ലം ഈസ് ദാറ്റ് എന്ന് കഴിഞ്ഞിട്ട്
അതിൻ്റെ ആ റീസൺ പറയുക, എന്താണ് പ്രശ്നം എന്ന് പറയുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസിൽ നമുക്ക് ഇപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെയുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ വൈ കാണ്ട് യു കം, എന്തുകൊണ്ട് നിനക്ക് വരാൻ സാധിക്കുന്നില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് വൈ കാണ്ട് യു കം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ആം നോട്ട് വെൽ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സുഖമില്ല. വൈ ഈസ് ഹി ലേറ്റ്, അവൻ എന്താണ് ലേറ്റ് ആയത് എന്ന് നമ്മളോട് ചോദിക്കണം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഹിസ് കാർ ബ്രോക്ക് ഡൗൺ. നോക്കൂ, ഹിസ് കാർ ബ്രോക്ക് ഡൗൺ, അതാണ് റീസൺ. അപ്പോൾ ദ പ്രോബ്ലം ഈസ് ദാറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഹിസ് കാർ ബ്രോക്ക് ഡൗൺ. ദ പ്രോബ്ലം ഈസ് ദാറ്റ് എന്ന് കഴിഞ്ഞ് പിന്നെ പറയേണ്ടത് ആ ഫുൾ സെൻറ്റൻസ് പറയുക. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ദ പ്രോബ്ലം വാസ് ദാറ്റ്, അങ്ങനെ പറയാം. പ്രോബ്ലം അതായിരുന്നു, ഇപ്പോഴത്തെ പ്രശ്നമല്ല, പ്രോബ്ലം അതായിരുന്നു. അപ്പോൾ ഇന്ന് 2 പാറ്റേൺസ് ആണ് നമ്മൾ പഠിച്ചത്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത്. ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്താണ് പ്രശ്നം എന്നാണ് പറയുന്നത്. ആ എന്തിലാണ് നമുക്ക് പ്രശ്നമുള്ളത്? ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് സംതിങ്, അത്. പിന്നെ പഠിച്ച വേറെ ഒരു പാറ്റേൺ ആണ് ദ പ്രോബ്ലം ഈസ് ദാറ്റ്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ന്. അത് കഴിഞ്ഞിട്ട് ഫുൾ സെൻറ്റൻസ് ആണ് പറയേണ്ടത്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ക്ലാസ്സിൽ ടീച്ചറോട് കുട്ടികൾ പറയില്ലേ, ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ്, എനിക്ക് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ ബുദ്ധിമുട്ടുണ്ട്, ഐ ആം ഹാവിങ് ട്രബിൾ വിത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ്. അപ്പോൾ ടീച്ചർ ചോദിക്കും വാട്ട് ഈസ് ദ പ്രോബ്ലം. സ്റ്റുഡൻറ്റ് പറയുന്നത് എന്താ, എനിക്ക് സമയം കിട്ടുന്നില്ല. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടൈം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടൈം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് എന്ന് കഴിഞ്ഞിട്ട് എന്താണ് റീസൺ? ഐ ഡോണ്ട് ഹാവ് ടൈം, അതാണ് പ്രശ്നം. അതാണ് സ്റ്റുഡൻറ്റ് പറയുന്നത്. അപ്പോൾ ടീച്ചർ പറയുകയാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നീ കൂടുതൽ സമയം ടി വി വാച്ച് ചെയ്യുന്നു. ദ പ്രോബ്ലം ഈസ് ദാറ്റ് യു ആർ വാച്ചിങ് ടു മച്ച് ടി വി. അപ്പോൾ ഇന്ന് പഠിച്ച 2 പാറ്റേൺസും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.